السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടിലുള്ള നല്ലവരായ ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ നാട്ടിൽ അവന്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുവാനുള്ള ഒരു വേദി ഒരുങ്ങിയിരിക്കുകയാണ്. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ മുമ്പ് ഒരുപാട് പ്രഭാഷണം നടന്നതാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് നടന്ന പ്രഭാഷണങ്ങളൊക്കെ ഓരോ വിഷയത്തെയും ആസ്പദമാക്കിക്കൊണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു മറുപടി പ്രസംഗം എന്ന നിലക്ക് സംഘടിപ്പിക്കാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സമസ്തയിലെ ഒരു പ്രഗൽഭ പ്രാസംഗികൻ എന്ന് തന്നെ പറയാം, ബഹുമാന്യനായ സിൻസാറുൽ ഹഖ് ഹുദവി. അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഒരുപാട് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇതേ കാസർഗോഡ് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വേദി ലഭിച്ച ഒരു നാടായിരിക്കാം ചിലപ്പോൾ ആരിക്കാടി. അതുകൊണ്ട് തന്നെ പല വിഷയത്തെയും ആസ്പദമാക്കിക്കൊണ്ട് അദ്ദേഹം നമ്മുടെ നാട്ടിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ആ പ്രഭാഷണത്തിലൊക്കെ കൂടുതലും അടിസ്ഥാനരഹിതമായ, ഇസ്ലാമിന് തീർത്തും പ്രമാണരഹിതമായ, പ്രമാണത്തിന് എതിരായ പല കാര്യങ്ങളും അദ്ദേഹം നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും ഇതുവരെ നമ്മളാരും ഒരു മറുപടി പ്രസംഗം എന്ന നിലക്ക് സംഘടിപ്പിച്ചിട്ടില്ല. ഏതുവരെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ, ഒരൊറ്റ പ്രഭാഷണത്തിൽ ഏകദേശം 10ഓളം ആരോപണങ്ങൾ അല്ലെങ്കിൽ നുണകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരോപിച്ചിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ ഹുസൈൻ സലഫി അദ്ദേഹത്തോട് 10ഓളം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിന് മറുപടി എന്ന നിലക്ക് ചിലതൊക്കെ അദ്ദേഹം പറഞ്ഞൊപ്പിച്ചതും ഇതേ നാട്ടിൽ വെച്ച് തന്നെയാണ്. എന്നാൽ അതിനും നമ്മളാരും ഒരു മറുപടി പ്രസംഗം എന്ന നിലക്ക് സംഘടിപ്പിച്ചിട്ടില്ല. എന്നാൽ ഈ അടുത്ത 1-2 മാസങ്ങൾക്കിടയിൽ ഇവരുടെ മീലാദുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഒരു വേദിയിൽ അദ്ദേഹത്തിന് ഏകദേശം 2-2.5 മണിക്കൂറോളം സംസാരം കൊടുത്തിരുന്നു. ആ ഒരു വേദിയിൽ അദ്ദേഹത്തിന് കൊടുത്ത വിഷയം ബർസഖിയായ ജീവിതം തിരുത്തപ്പെടേണ്ട ധാരണകൾ എന്ന വിഷയത്തിലായിരുന്നു. ആ വിഷയം ബാഹ്യമായി നാം കേൾക്കുമ്പോൾ, അതുപോലെ കാണുമ്പോൾ നാം വിചാരിച്ചത് ബർസഖിയായ ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് ബോധവൽക്കരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുകയാണോ എന്നാണ് നമ്മൾ എല്ലാവരും കരുതിയത്. എന്നാൽ അതൊന്നും സംസാരിക്കാതെ, അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ ഈ ഒരു വിഷയത്തെ എടുത്ത് ഈ ഭൂരിപക്ഷം വരുന്ന ഈ ജനങ്ങളെ ശിർക്കിലേക്ക് നയിച്ചുകൊണ്ടാണ് അദ്ദേഹം 2.5 മണിക്കൂർ സംസാരിച്ചത്. പ്രിയമുള്ളവരെ, അദ്ദേഹം അതിനു വേണ്ടി ഒരുപാട് പ്രമാണങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്.
മുന്നിലിരുന്ന ജനങ്ങളെല്ലാവരും വിചാരിച്ചിരിക്കാം ബർസഖിയായ ജീവിതം എന്നുള്ളത് നമ്മെ കാണുവാൻ വേണ്ടി തന്നെയാണ് അവിടെ അവർ ഇരുന്നത്. ആ നിലക്കായിരുന്നു ഇദ്ദേഹത്തിന്റെ അവതരണം. അതുകൊണ്ട് തന്നെ അതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ, അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത തീർച്ചയായും നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, ആ ഒരു ബാധ്യത നിർവഹണത്തിന്റെ പൂർത്തീകരണമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതല്ലാതെ അദ്ദേഹത്തെ കൊച്ചാക്കുവാനോ അദ്ദേഹത്തെ ഇകഴ്ത്തുവാനോ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ താഴ്ത്തുവാനോ ഒരിക്കലും ഒരുക്കിയ ഒരു വേദിയല്ല ഇത് എന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. കാരണം പ്രിയമുള്ളവരെ, നമുക്കറിയാം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നതും അതുപോലെ നമുക്ക് സ്വർഗം ലഭിക്കാൻ ആദ്യമായി അല്ലാഹു നമ്മിൽ നിന്ന് പരിഗണിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസം പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തെയാണ് ഇദ്ദേഹം കളങ്കപ്പെടുത്തിയത്. അതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഇവിടെയുള്ള ഈ സംഘാടകർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടിലുള്ള എല്ലാ ശ്രോതാക്കളോടും വളരെ വിനയത്തോടെ ആവശ്യപ്പെടാനുള്ളത്, ഇത് ആരോടുള്ള ഒരു വാശി കൊണ്ടോ ആരെങ്കിലും തോൽപ്പിക്കാനോ വേണ്ടി ഒരുക്കിയ ഒരു വേദിയല്ല. മറിച്ച് ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥ ഇസ്ലാമിന്റെ പാതയിലേക്ക് ജനങ്ങൾ മടങ്ങണം എന്ന ഒരു സദുദ്ദേശം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു വേദി ഒരുക്കിയത്. അതുകൊണ്ട് എല്ലാവരും എല്ലാ കക്ഷിത്വങ്ങളും ഗ്രൂപ്പ് വൈരാഗ്യങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നിഷ്പക്ഷ മനസ്സോടെ ശാന്തമായ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് പൂർണ്ണമായും ഇവിടുത്തെ സംസാരത്തെ ശ്രവിക്കണേ എന്ന് വളരെ വിനയത്തോടെ ആവശ്യപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിന് വേണ്ടി ധാരാളം അധ്വാനിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിൽ അർപ്പിതമായ കർത്തവ്യം സ്വാഗതം പറയലാണ്. ഇവിടെ കൂടിയ എല്ലാവർക്കും നമ്മുടെ ബഹുമാന്യ പണ്ഡിതൻ ഫദ്ലുൽ കുമരി, അതുപോലെ തന്നെ ഇവിടെ സ്റ്റേജിൽ ഇരുന്ന എല്ലാവർക്കും, അതുപോലെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് മുഖ്യ സംസാരത്തിന് വേണ്ടി നമ്മുടെ ബഹുമാന്യ പണ്ഡിതൻ ഫദ്ലുൽ കുമരിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.